നമസ്കാരം. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് സ്ത്രീകൾക്ക് എല്ലാ മാസവും 2500 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്ന നിർണായകമായ ഒരു വാഗ്ദാനമായിരുന്നു. ആ ഒരു വാഗ്ദാനമാണ് ബി.ജെ.പി മുന്നോട്ട് വച്ചത്. തിളക്കമാർന്ന ചരിത്ര വിജയത്തിനു ശേഷം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരത്തിൽ എത്തിയപ്പോഴും ബി.ജെ.പി സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ 2500 രൂപ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധം ഉണ്ടാക്കിയെങ്കിലും ഡൽഹിയിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു, ബി.ജെ.പി പറഞ്ഞാൽ പറഞ്ഞതാണ്. കാരണം 2014 മുതൽ ഇന്ത്യ ഭരിക്കുന്ന ബി.ജെ.പി സർക്കാരിന് ഓരോ തിരഞ്ഞെടുപ്പിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളും പ്രകടന പത്രികയും എല്ലാം പാലിച്ചാണ് 5 വർഷമായ എല്ലാ പ്രകടന പത്രികയും പാലിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ബി.ജെ.പിയെ കണ്ണടച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് വനിതാ ദിനത്തിൽ തന്നെ ബി.ജെ.പി സ്ത്രീകൾക്ക് വേണ്ടി നിർണായകമായ പ്രഖ്യാപനം നടത്തുന്നത്. സ്ത്രീകൾക്കായി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് ഇപ്പോൾ ഒരു ഉത്തമമായ ഒരു സ്ത്രീകളെയെല്ലാം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചത്. മഹിളാ സമൃദ്ധി യോജന പ്രകാരം 2500 രൂപ സ്ത്രീകൾക്ക് നൽകും. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പദ്ധതി. വനിതാ ദിനമായ മാർച്ച് 8-ന് പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വരുന്ന എല്ലാ മാസവും രാജ്യത്തെ സ്ത്രീകൾ ആഘോഷിക്കണമെന്ന് ഡൽഹിയിലെ മുതിർന്ന ബി.ജെ.പി നേതാവ് വീരേന്ദർ സച്ദേവ് പറഞ്ഞു. സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പുരോഗതി ഉറപ്പാക്കാനും NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മാർച്ച് 8 വരട്ടെ, എല്ലാത്തിനും വ്യക്തത വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ 5000-ഓളം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ പരിപാടി സംഘടിപ്പിക്കാനാണ് ബി.ജെ.പി പദ്ധതിയിടുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, മുഖ്യമന്ത്രി രേഖ ഗുപ്ത, മറ്റ് മുതിർന്ന പാർട്ടി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. പദ്ധതി ഉടനെ നടപ്പിലാക്കുമെന്നും സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കരുതെന്നും അനാവശ്യവാദം ഉന്നയിച്ച് മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അതീഷി രംഗത്ത് വന്നു. ഇതിന് രേഖ ഗുപ്ത വ്യക്തമായ ഒരു മറുപടിയാണ് അതീഷിക്ക് നൽകിയത്. അതായത് തന്റെ സർക്കാർ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആജ്ഞാപിക്കരുതെന്നും ബി.ജെ.പി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് രേഖ ഗുപ്ത വ്യക്തമാക്കിയിരുന്നു. അതായത് അതീഷി വെറുതെ കടന്ന് പൊങ്ങുകയാണ്. അതായത് ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി സർക്കാരിനെ സ്വൈര്യം കെട്ടത് കൊണ്ടാണ് ചൂലുകൊണ്ട് തന്നെ അടിച്ചു പുറത്താക്കിയത്. അതായത് വോട്ടിൽ പോലും തകർത്ത് തരിപ്പണമാക്കിയാണ് ബി.ജെ.പി എത്തിയത്. ഡൽഹിയിലെ ജനങ്ങൾക്ക് കൃത്യമായ ദീർഘവീക്ഷണമുണ്ട്. ബി.ജെ.പി എന്ത് ചെയ്യും, എന്ത് നടപ്പിലാക്കും, എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരുമെന്ന്. ഒരുപാട് വർഷമായി നിങ്ങൾ ഡൽഹി ഭരിച്ചിട്ട് ഡൽഹിയിലെ ജനങ്ങൾക്ക് നിങ്ങൾ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് അതീഷി വാടച്ച് മിണ്ടാതിരിക്കുക. ബി.ജെ.പിക്ക് അറിയാം ഡൽഹിയിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്ന്. അതവർ കൃത്യമായി വ്യക്തമായി വൃത്തിയായിട്ട് അവർ ചെയ്തോളും. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.